ആ ചേട്ടാ ഞാനേ ആ കുറച്ച് പച്ചക്കറി മേടിക്കാൻ പോയ. ആ എന്തേല് പച്ചക്കറിയടോ? സകല സാധനം പച്ചക്കറി കട അങ്ങനെ തന്നെ മേടിച്ചോണ്ടല്ല. അല്ല അത് 80 രൂപയാ ക്യാരറ്റ് വില. ക്യാരറ്റ് 80 റുപ്യ വില. 80 ആ ഇത് മറ്റേ അവിയല് വെക്കാൻ വേണ്ടി കാക്കിലം മേടിച്ചാ. വേണ്ട വേണ്ട ഞാൻ ഇവിടുന്ന് ചായ ഒന്നും കുടിക്കാറില്ല. ഇവിടെ ഭയങ്കര സ്മെല്ലാണ്. ഇവിടെ നിന്ന് ചായ കുടിക്കാൻ പറ്റില്ല. സ്മെല്ലാ? അല്ല അല്ല ഇപ്പൊ സ്മെല്ലില്ലല്ലോ അല്ലേ? ഇപ്പൊ ഇവിടെ ആരും വേസ്റ്റ് ഒന്നും ഇടാറില്ലേ? അതൊന്നും ഇപ്പൊ വീട്ടിലില്ല. അതെന്താണാവല്ലേ? ആ പുതിയ നിയമം വന്നത് നന്നായി. കണ്ട നാട് നന്നായി ഇപ്പൊ. എന്ത് നിയമം? അതായത് ഇപ്പൊ പൊതു സ്ഥലത്ത് ഒരാള് വേസ്റ്റ് കൊണ്ടിടുകയെന്ന് വെച്ചോ, അത് നീ കണ്ടു, കണ്ട വഴിക്ക് നീ അത് നിന്റെ ഫോണിൽ ഫോട്ടോ എടുത്തു, എന്നിട്ട് ഇന്ന ആള് പൊതു സ്ഥലത്ത് വേസ്റ്റ് ഇടുന്നത് കണ്ടു എന്ന് ഈ ഫോട്ടോ സഹിതം നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് അയച്ചു കൊടുത്തു എന്ന് വിചാരിച്ചോ, അപ്പൊ മുനിസിപ്പാലിറ്റി നിനക്ക് 2500 റുപ്യ തരും. അതെ. അതുകൊണ്ടല്ലേ ഇപ്പൊ ആരും വേസ്റ്റ് ഇടാത്ത. അതൊക്കെ ഭയങ്കര പുലിവാലായിരിക്കും. അതൊന്നും നടക്കണ കാര്യമില്ല. നമുക്കിപ്പോ 2500 റുപ്യ അവര് തരൂ. പക്ഷെ ഈ ആളാട്ട വിവരം അറിഞ്ഞ തല്ലി തമ്പോറാക്കല്ലേ നമ്മളെ. നമ്മൾ ഈ കംപ്ലൈന്റ് ചെയ്ത് നമ്മളാന്നുള്ളത് ഇവര് പുറത്താരോട് പറയില്ലാന്ന്, അത് രഹസ്യമാക്കി വെക്കും. അതാ പിന്നെ അങ്ങനെ എത്ര പേരെ അയച്ചു കൊടുക്കണ്. അതുകൊണ്ട് എല്ലാവരും പിടിക്കല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പൊ പൊതുസ്ഥലത്താരും വേസ്റ്റ് ഇടാത്ത. അതപ്പൊ കാര്യല്ലേ? എന്താ പുതിയ ഓരോ നിയമങ്ങൾ വന്ന നാട് നേരാവും. ഞാനൊന്ന് മൂത്രയിക്കട്ടെ. എന്താ 2500 റുപ്യ കിട്ടുന്നതാണ്. അത് ബുധനാഴ്ച ഞാൻ ഇത്തവണത്തെ അജണ്ടയിൽ അത് പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടറി ഒക്കെ തന്നെയാണ്, എല്ലാത്തിനും ഒരു നടപടിക്രമമില്ലേ. ഓക്കെ കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. സാറേ ബോസ് ടൈപ്പ് ചെയ്തത്. എന്താ നീ അടിച്ചു വെച്ചേക്കണം? ഹാജരാക്കണമെന്ന് അങ്ങേറ്റം താഴ്മയായി അപേക്ഷിക്കുന്നു. ഏത് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ ലെറ്ററല്ല. ഹാജരാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാ പോരെ? അങ്ങേറ്റം താഴ്മ എന്നൊക്കെ പറഞ്ഞ എന്തിനാ? ഞാൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ട്. ഈടോ പൊതുജനങ്ങളോട് അത്രയും താഴ്മയൊന്നും കാണിക്കരുത്. അവര് നമ്മുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. അതിനൊരു ഭാഷയുണ്ട്. ഹാജരാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, അഭ്യർത്ഥിക്കുന്നു, അത്രയും മതി. എന്താ മുടിയിരില്ലെന്ന് പേടിച്ചിട്ട് സാറേ ഇവിടെ നിന്ന് ചെയ്യണ്ട. എന്തൊരു പേടിയാടോ ഇത്. തന്നെ അത് മാറ്റി അടിച്ചോണ്ടെന്നേ. ശരി സാർ. എല്ലാ പേടും വക്ക് പൊട്ടിയതും ഒക്കെ ഇവിടെ തന്നെയാണ് സ്റ്റാഫായിട്ട്. നമസ്കാരം. വായിരിക്കും. സാർ എന്റെ പേര് മൊയ്തു എന്നാണ്. സാർ ഇവിടെ ഒരു പുതിയൊരു പദ്ധതി ഉണ്ടല്ലോ, ഈ മാലിന്യം വലിച്ചെറിയണ ഫോട്ടോ എടുത്ത് ഇവിടെ കൊണ്ടുതന്ന 2500 റുപ്യ കിട്ടുന്ന ഒരു പദ്ധതി. മറ്റേ മാലിന്യമുക്ത നവകേരളം. ഞാനിവിടെ കുറച്ച് ദിവസം മുമ്പ് ഒരു ഫോട്ടോ കൊണ്ട് കൊടുത്തിരുന്നു. അപ്പൊ ഒരു 2500 റുപ്യ കിട്ടാണ്ട് അതിന് വേണ്ടി ഓർമ്മയുണ്ട്. ഒരു മൊയ്തു അല്ലേ? മൊയ്തു.
അതേ ആ. കേരളത്തിനെ മാലിന്യമുക്തമാക്കാനുള്ള ഒരു പദ്ധതിയാണത്. അതെ. അപ്പൊ അതിന് ശ്രദ്ധിക്കണവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലക്കാണ് ആ പാരിതോഷികം. അതാണ് കിട്ടാൻ വേണ്ടി അപ്പൊ നിങ്ങൾ തന്ന ഫോട്ടോ വ്യക്തമല്ല. ഏ? ഒരു സൈഡ് കൊണ്ടാണ് ഫോട്ടോ കിട്ടിയേക്കണത്. അതിന് ആള് മന്മഥൻ തന്നെയാണ്. പക്ഷെ അത് അയാൾ വരുമ്പോ നമുക്ക് തെളിവ് സഹിതം കാണിക്കാൻ ഫേസ് ക്ലിയർ അല്ലല്ലോ. സാർ മുന്നിൽ പോയിട്ട് ഇത് എടുക്കാൻ പറ്റില്ലല്ലോ, ഒരു കാണൂലേ. അതിന് നമ്മൾ ഇവിടുന്ന് ഒരു അന്വേഷണം വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷിക്കും അയാളാണ് ആ മാലിന്യം ഇട്ടത്, എന്ത് മാലിന്യം ഇട്ടതെന്നൊക്കെ. ആ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ നമ്മൾ വിളിപ്പിക്കും. എന്നിട്ട് അയാൾക്ക് ഇടണ ഫൈനിന്റെ 25% നിങ്ങൾക്ക് തരണത്. ആണോ? 6000 രൂപകളൊക്കെ നമുക്ക് ഫൈൻ ഇടുകയാണെങ്കിൽ ഒരു 1500 രൂപ നിങ്ങൾക്ക് കിട്ടും പാരിതോഷികമായിട്ട്. 2500 കിട്ടൂല, മാക്സിമം 2500 വരെ കിട്ടും. എത്രയാണോ അവർക്ക് നമ്മൾ ഫൈൻ ഇടുന്നത്. ഇയാൾക്ക് നല്ല ഫൈൻ ഇടണം. ഇയാൾ കുറെ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കണ്. അത് വരട്ടെ. ഒന്നാമത് രാത്രിയാണ്, രാത്രി അത്രല്ലേ ക്ലിയർ കിട്ടുള്ളൂ. പിന്നെ പുറകുന്ന നമ്മൾ ഞാൻ കഷ്ടപ്പെട്ട് പോയിട്ട് ഇതാണ് സാറേ. അല്ല, നിങ്ങളെ പോലത്തെ ഒരു വേണം നമ്മുടെ നാട് മുക്തമാക്കാനല്ലേ. പിന്നെ സാറേ ഇത് വേറെ ആരും അറിയൊന്നുമില്ലല്ലോ അല്ലേ? അത് ഒഫീഷ്യൽ സീക്രട്ട് അല്ലേ? ആണല്ലോ. ഇത്തരം പരാതി തന്നെ അവരുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കുള്ളൂ. അവർക്ക് ഫൈൻ ഇട്ടതിന് ശേഷം നിങ്ങളെ അറിയിക്കും, നിങ്ങൾക്ക് അതിന്റെ ചെക്കും തരും. ഇല്ലെങ്കിൽ തല്ലിട്ട് അതാണ്. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. അത് വിശ്വസിക്കാം, സർക്കാർ പദ്ധതിയല്ലേ. ആരൊക്കെയോ പറഞ്ഞ് ഇവിടെ ഇത് കൊണ്ടു തന്ന അപ്പൊ തന്നെ പൈസ ഇട്ടെന്ന് അറിഞ്ഞ്. ഇല്ല, അങ്ങനെ ഫണ്ട് എടുത്ത് വെച്ചേക്കല്ല. തെറ്റ് ചെയ്ത ആളെ വിളിച്ചു വരുത്തി ഫൈൻ ഇട്ടിട്ട് അതിൽ നിന്നാണ് നിങ്ങൾക്ക് തരുന്നത്. ശരി, അപ്പൊ കുറച്ച് ടൈം എടുക്കും. അറിയിക്കാം. ഇനിയും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ രാത്രി പോണ്ട്. നല്ല കാര്യമല്ലേ? ശരി സാർ, നാട് നന്നാവട്ടെ. അതെ അതെ. കുറെ എണ്ണം ഇടാനും കുറെ എണ്ണം ഫോട്ടോ എടുക്കാനും. സാറേ ഓക്കെ അല്ലേ? എന്ത് മുടി? മുടിയാ? ഞാൻ നേരത്തെ സാറിനോട് കള്ളം പറഞ്ഞു. ഞാൻ ഈ ഓഫീസിലെത്തി നേരം വന്നിന് പേടിച്ചിട്ടാ മുടി ചീകാത്തെന്ന് പറഞ്ഞു. സത്യത്തിൽ മുടി പാറിപ്പോന്ന് പേടിച്ചിട്ടാ സാറേ. ഓക്കെ അല്ലേ? സുധി, നീ PSC എഴുതി പാസ്സായിട്ട് തന്നെയാണോ ഉദ്യോഗം കിട്ടിയത്? അല്ല, അച്ഛൻ മരിച്ചിട്ട്. അച്ഛൻ എങ്ങനെ മരിച്ചത്? അച്ഛൻ സർവീസിലിരിക്കുമ്പോ പേടിച്ചിട്ട് അറ്റാക്കായി. പോയിക്കോ. ശരി സാർ. ഓക്കെ. എന്റെ പൊന്നു കൂട്ടുകാരാ, പ്രകൃതി സ്നേഹിയായ ഈ മന്മഥൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ ആ മരം മുറിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആ മരം മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ മിണ്ടാപ്രാണികളുണ്ട്. അവരെവിടെ പോവും? അവർ തെരുവിലാവില്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കൂ നിങ്ങള്. അങ്ങനെ ചിന്തിക്കൂ. അതല്ല അതുകൊണ്ട് കൂട്ടുകാരാ, നിങ്ങൾ നേരിട്ട് വരൂ, വന്നിട്ട് നമുക്കത് സംസാരിക്കാം. ശരി വെച്ചോളൂ. ആയിക്കോട്ടെ. ചേട്ടാ, മന്മഥന്റെ വീട് എവിടെയാ? മന്മഥന്റെ പരിസ്ഥിതി പ്രവർത്തകനായ മന്മഥന്റെ വീട് ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരിയുക. വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും വലത്തോട്ട് തിരിയുമ്പോ 4ാമത്തെ വീടാണ് മന്മഥന്റെ വീട്. അല്ല, നിങ്ങൾ അവിടെ ആരെ കാണാൻ വന്നതാ? മന്മഥനെ. പക്ഷെ നിങ്ങളിപ്പോ പോയ മന്മഥനെ കാണാൻ പറ്റില്ല. കാരണം ആ മന്മഥനുമായിട്ടാണ് നിങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളാണോ മന്മഥൻ? അതെ. അല്ല, നിങ്ങൾ എവിടെ നിന്ന് വരുന്ന കൂട്ടുകാരെ? ഞങ്ങള് മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റിയിലെ കൂട്ടുകാർക്ക് മന്മഥനെ കൊണ്ട് എന്ത് സഹായമാണ് വേണ്ടത്? പറഞ്ഞോളൂ. സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട. പിന്നെന്താ? ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ ഈ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? ഈ മന്മഥൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു പരിസ്ഥിതി സ്നേഹി, ഒരു പരിസ്ഥിതി പ്രവർത്തകൻ. അങ്ങനെയുള്ള ഒരാള് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞു എന്ന്. ഈ ചോദ്യം ഇപ്പൊ ചോദിച്ചത് ഇരിക്കട്ടെ, ഇനി മേലാൽ ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ആവർത്തിക്കരുത്. ഇതില് ഫോട്ടോ ഉണ്ടായിരുന്നു, മാലിന്യം വലിച്ചെറിയുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ മാലിന്യം വലിച്ചെറിയുന്ന ഫോട്ടോ ഉണ്ടോ? ആരാ ഫോട്ടോ തന്നെ? നിങ്ങള് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞതിന്റെ ഫോട്ടോ എടുത്ത് ഒരാൾ കംപ്ലൈന്റ് തന്നിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയില്. ആദ്യം നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് കാണിക്കൂ. കാണിക്കാം. ഫോട്ടോ കാണിക്കൂ, കാണട്ടെ. ഹലോ, ഇങ്ങനെ വക്കും തുമ്പും ഇല്ലാതെ ഫോട്ടോ കാണിക്കരുത്. ഇത് എവിടെ? എന്റെ മുഖമില്ലല്ലോ. ഇത് ആരോ തിരിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ അല്ലേ? ഇത് കണ്ടാൽ എങ്ങനെയാണ് ഞാനെന്ന് പറയും? കംപ്ലൈന്റ് ഉണ്ട്, നിങ്ങളെ കണ്ടയാളുണ്ട്. കണ്ട അയാളാ തന്നത് കംപ്ലൈന്റ്. കൂട്ടുകാരാ, നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തിഹത്യയാണ്. ഞാൻ ഈ പരിസ്ഥിതിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എനിക്ക് എന്റെ പിടിപാട് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ വിളച്ചിൽ എന്നോട് വേണ്ട. മുനിസിപ്പാലിറ്റി ഒന്നും ഞാൻ പേടിക്കില്ല, കേട്ടല്ലോ? അതെ,
ഇത് ആരാ എനിക്കെതിരെ കംപ്ലൈന്റ് അത് പറയും. ആണ് പറയാൻ പറ്റില്ല, അത് ഓഫീസർ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആളെ എനിക്കറിയണം. എന്നെ പോലുള്ള ഒരാളിനെ കരിവാരി തേക്കാനായിട്ട് ആരാണ് പരാതി തന്നത് അതെനിക്കറിയണം. അതിനുള്ള അവകാശം, മൗലിക അവകാശം എനിക്കുണ്ട്. പറയൂ, ആരാ ആരാ ഹലോ. അതെ, അനിയൻ ഇപ്പൊ സർവീസിൽ കയറിയിട്ട് എത്ര നാളായി? കുറച്ചല്ലായിട്ടുള്ളൂ അല്ലേ? ഇനി കുറെ നാള് ജോലി ചെയ്യണ്ടേ? മരട് മുനിസിപ്പാലിറ്റിയിലാണല്ലോ. ഇപ്പൊ വളരെ അടുത്തല്ലേ, പോയി വരാൻ സൗകര്യമല്ലേ? ഒരു 4 വണ്ടി കയറി പോയി വരാനുള്ള ദൂരത്തിലോട്ട് ആക്കി തരണോ ഞാൻ? ഈ ചങ്ങാതി ഇപ്പം ഏതാണ്ട് സർവീസ് കഴിയാറായ ആളാണ്, കാരണം പറയാം അല്ലേ? അതിന് പുള്ളിക്ക് അതൊന്നും താല്പര്യമില്ല. നിനക്ക് ഇരിക്കുന്നിടത്ത് ജോലി ചെയ്യണമെങ്കിൽ പറഞ്ഞോ, ആരാണെന്ന് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ഏയ് പറഞ്ഞില്ലെങ്കിൽ പറയൂ. തനിക്ക് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യണോ അതോ ഈ മരടിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതിയോ? പറയൂ. മരടിൽ മതി എന്നാ പറയൂ. ആരാണ് എനിക്കെതിരെ പരാതി കൊടുത്ത ആൾ? അത് പറയൂ. ഹലോ ചേട്ടാ, നിങ്ങൾ പറയണ്ട, ഞാൻ ഈ അനിയനോടാണ് പറയാൻ പറഞ്ഞത്. അനിയൻ പറയൂ, ആരാ? പറയൂ. മൊയ്തു എന്ന് പറഞ്ഞ ഒരാളാ. മൊയ്തു എന്ന് പറഞ്ഞ ഒരാള്. മൊയ്തു അങ്ങ് നിങ്ങൾ കേറി ആകോട്ടെ, നിങ്ങൾ കാണാൻ പോയെ കേറിയാ. നിങ്ങൾക്ക് എന്താ പറയുന്നതിനെ ഓരോ വർത്താനം കേട്ടിട്ടില്ലേ? മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.